നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ വിഷുവലത്തെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ പറഞ്ഞു വരാൻ. എന്തുകൊണ്ട് അഡ്വാൻസായിട്ട് വിഷുവലം പറയാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ, കുറച്ച് ആൾക്കാർക്ക് ചീത്തയും കുറച്ച് ആൾക്കാർക്ക് നല്ലതും വരും. അത് നമ്മൾ മുന്നേ കൂട്ടി അറിഞ്ഞിട്ട് ചീത്ത വരുന്നതിനെ നമുക്ക് അഡ്വാൻസ് ചെയ്യാനും നല്ലത് വരുന്നതിനെ അല്പ കാലതാമസം കഴിഞ്ഞാൽ നല്ലതെടുക്കാനും നമുക്ക് സഹായകരമായി തീരും. അതിന് വേണ്ടിയിട്ടാണ് അഡ്വാൻസായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോൾ ഓരോ ഈ മേട വിഷുഫലം എന്ന് പറയുന്നത് ജ്യോതിഷശാസ്ത്രപ്രകാരം പുതുവർഷ ഫലമാണ്. കാരണം സൂര്യൻ ഉച്ചത്തിലേക്ക് വരുന്ന കാലഘട്ടമാണ് മേടമാസം, അതായത് വിഷുമാസം. വിഷു 1-ാം തീയതി തൊട്ട് സൂര്യനാണ് പ്രപഞ്ചനാഥൻ. സൂര്യഭഗവാനെ ആസ്പദമാക്കിയാണ് ജ്യോതിഷം തന്നെ നിലനിൽക്കണേ. അപ്പോൾ സൂര്യനെ ആസ്പദമാക്കിയിട്ടായതുകൊണ്ടാണ് വിഷു പുതുവർഷമായിട്ട് ജ്യോതിഷികൾ എടുക്കുന്നത്. ഇംഗ്ലീഷ് വർഷം ജനുവരി തൊട്ട് ആരംഭിക്കും, മലയാള വർഷം ചിങ്ങമാസം തൊട്ട് ആരംഭിക്കും. പക്ഷേ ജ്യോതിഷ വർഷം മേട 1-ാം തീയതി തൊട്ട് ആരംഭിക്കുന്നത്. കാരണം സൂര്യഭഗവാനെ ആസ്പദമാക്കിയിട്ട് ഉള്ള വർഷമായതുകൊണ്ട്. ഇത് ഓരോ രാശിക്കാർക്കും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് കുംഭരാശിക്കാർക്ക് വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. കുംഭരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ അവിട്ടൻ നക്ഷത്രത്തിൻ്റെ 2-ാമത്തെ പാദം, ചതയ നക്ഷത്രം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ 1/4 ഭാഗം. ഈ 2.25 നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭരാശി. കുംഭക്കൂറുകാർക്ക് ശരിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പീരീഡുകൾ നിങ്ങൾക്ക് വളരെ ദോഷപ്രദമായ സമയമാണ്. കാരണം വ്യാഴശനി, ശനി ജന്മത്തിലേക്ക് നിന്നു, 3-ൽ വ്യാഴം നിൽക്കുകയായിരുന്നു. ഇതൊക്കെ വളരെ ദോഷഫലത്തെ കൊടുക്കുന്ന അവസ്ഥാവിശേഷമായിരുന്നു. ഇന്നെല്ലാം വളരെ ശമനം വന്നിരിക്കുകയാണ് കുംഭരാശിക്കാർക്ക്. കാരണം വ്യാഴം 3-ൽ നിന്ന് 4-ലേക്ക് വന്നു. വ്യാഴം 4-ലാണ് ഇപ്പം നിന്ന്, 4-ൽ നിന്ന് 5-ലേക്ക് വന്നു. 5 എന്ന് പറയുമ്പോൾ വ്യാഴന് ഏറ്റവും ഇഷ്ടസ്ഥാനമാണ്, ഏറ്റവും ശക്തിസ്ഥാനമാണ്. വ്യാഴം 5-ലേക്ക് വന്നിരിക്കുന്ന സമയത്ത് കുംഭരാശിയിൽ ഉള്ളവർക്ക് സന്താന സൗഖ്യം, വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ, സാമ്പത്തിക പുരോഗതി, പ്രശസ്തി ഇവയൊക്കെ പ്രദാനം ചെയ്തു തരും. അതുപോലെ തന്നെ ശനി ജന്മത്തിൽ നിന്ന് മാറി പാദശനിയിലേക്ക് വന്നിരിക്കണം. പാദം എന്ന് പറഞ്ഞാൽ എന്ത്? യാത്ര ചെയ്യേണ്ടി വരും, അലച്ചിലുണ്ടാവും, നടക്കേണ്ടി വരും, കുറച്ച് അലച്ചിലും അസ്വസ്ഥതയും ഉണ്ടാക്കും, പലതരത്തിലുള്ള തടസ്സഭാവങ്ങളെ കൊടുക്കും, കുറച്ച് അലച്ചിൽ. അതുകൊണ്ട് ദൂരയാത്രകൾ, വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമാണ്. കാരണം നമുക്ക് ധനത്തിൻ്റെ ഭാഗം സപ്പോർട്ടീവായി വന്നിരിക്കുകയാണ്. ശനിയുടെ ശക്തി ക്ഷയിച്ചു. ജന്മം ആദ്യം 12-ലേക്ക് ഖണ്ഡശനി, ജന്മശനി, പാദശനി, തലയിൽ, നെഞ്ചിൽ, കാലിൽ 2 പ്രധാനപ്പെട്ട ഘട്ടവും കഴിഞ്ഞു. നിങ്ങൾക്ക് 5 വർഷം ശനിയുടെ ഏറ്റവും ശക്തിഭാവം തീർന്നു കിട്ടിയിരിക്കുകയാണ്. നല്ല ഒരു ആശ്വാസം കിട്ടുന്ന സമയത്തിലേക്ക് വരികയാണ്. ഈ വിഷുഫലം നിങ്ങൾക്ക് സന്തോഷിക്കാം, അതിന് സംശയമൊന്നും വേണ്ട. ശനിയുണ്ട്, ശനിയെ ഒന്ന് പ്രീതിപ്പെടുത്തിക്കോണം, കുറച്ച് അലച്ചിലുണ്ടാക്കും, കുറച്ച് നടത്തിക്കും എന്നൊക്കെ ഉള്ളത് ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഒരു കാര്യത്തിലും അറച്ചു നിൽക്കരുത്. മക്കൾക്ക് പഠിക്കാനായാലും, മക്കളെ കല്യാണത്തിനായാലും, മക്കൾക്ക് ജോലിക്കായാലും ഒക്കെ അനുകൂലപ്രദമാണ്. നമുക്ക് പ്രശസ്തിക്ക്, നമുക്ക് ജോലി കയറ്റമോ മറ്റേതെങ്കിലും നേട്ടഫലങ്ങൾക്കോ ലഭിക്കാനായാലും അനുകൂലപ്രദമായ സമയമാണ്. അതിനൊക്കെ നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി അമർത്തുക. ബെൽ ബട്ടൺ അമർത്താൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇന്നത്തെ ജ്യോതിഷം, നിത്യ ജ്യോതിഷം നിങ്ങളെ ഓരോ ദിവസവും രാവിലെ 6 മണിയാകുമ്പോൾ നിങ്ങളെ അറിയിക്കുകയാണ്.
നിങ്ങൾക്ക് രാവിലെ കയറി നിങ്ങളെ കാര്യങ്ങൾ എങ്ങനെയെന്നറിയാം. അതിന് വേണ്ടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കറക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വിദേശത്തുള്ള മലയാളികൾക്ക് വേണ്ടി വിദേശത്ത് UAE ദുബായിൽ തന്നെ നമുക്ക് ഓഫീസുണ്ട്. പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ് സ്ഥാപനമുണ്ട്. അവിടെ ഞാൻ കൺസൾട്ട് ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ വിവരങ്ങൾ അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർ 40,000 കൂടുതൽ ആൾക്കാരുണ്ട്. മുമ്പ് ഏകദേശം 70,000-ഓളം ആളുകളുണ്ടായിരുന്ന സമയത്താണ് ചാനൽ നഷ്ടപ്പെട്ടത്. അതിനുശേഷം എൻ്റെ ആൾക്കാർ പിന്നെയും തിരിച്ചു വന്ന് 40,000-ഓളം പേര് ഇപ്പോൾ ആയി. ഇപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രത്യേകിച്ച് കുംഭരാശിക്കാരുടെ ഫലമാണ്. കുംഭരാശിക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷുഫലം നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.